ബ്രൈറ്റ് നാവിഗേറ്ററിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് എറണാകുളം സുഭാഷ് പാർക്കിലാണ്. അപ്പോൾ ഈ ഒരു പാർക്കിലെ പ്രസക്ത ഭാഗങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് സ്മാർട്ട് ഗ്രൂപ്പിൻ കൊച്ചി. സോ മൂവിങ് ഓൺ ടു ദ വീഡിയോ. എറണാകുളം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു പാർക്കാണ് സുഭാഷ് പാർക്ക് എന്ന് പറയുന്നത്. ഈ പാർക്കിൻ്റെ ജോഗ്രഫി എന്ന് പറയുന്നത് പടിഞ്ഞാറ് സൈഡ് കൊച്ചിൻ ഹാർബറിൻ്റെയും വേമ്പനാട് കായലിൻ്റെയും ഈ രണ്ട് കായലിനെയും തമ്മിൽ അഭിമുഖീകരിക്കുന്ന ഒരു പാർക്കാണിത്. സുഭാഷ് ചന്ദ്രബോസ് പാർക്ക് എന്നറിയപ്പെടുന്ന ഈ പാർക്ക് ഓൾമോസ്റ്റ് 11 ഇത് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നത്. അതുപോലെ തന്നെ എറണാകുളം ബോട്ട് ജെട്ടിക്ക് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു പാർക്കാണ് സുഭാഷ് പാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മഹാരാജാസ് കോളേജ്, കലാലയങ്ങളിൽ ഏറ്റവും അധികം പ്രസിദ്ധമായ ഒരു കോളേജ് തന്നെയാണ് മഹാരാജാസ് കോളേജ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പാർക്കിൻ്റെ വൺ ഓഫ് ദ മേജർ അട്രാക്ഷനാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പ്. വളരെ മനോഹരമായ ഒരു പച്ചപ്പ് ഇത് സുഭാഷ് പാർക്കിനെ മറ്റുള്ള പാർക്കുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് ഫ്രീ സോൺ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പല സ്ഥലങ്ങളിലും ഡസ്റ്റ്ബിൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഡസ്റ്റ്ബിൻസ് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വന്നു ചേർന്ന കപ്പലുകൾ, പല ടൈപ്പ് ഓഫ് കപ്പലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ക്ലോസ് വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കായലിൻ്റെ ചേർന്നാണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പാർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ നന്നായിട്ട് മെയിൻ്റെയ്യുന്നുണ്ട്. ചുരുക്കം ചില പാർക്സിൽ ലിസ്റ്റഡ് ആയിട്ടുള്ളൊരു പാർക്ക് തന്നെയാണ് സുഭാഷ് പാർക്ക് എന്ന് പറയുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് പാർക്സ് ഇൻ കൊച്ചി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് പ്രത്യേകിച്ചും ഒരു രാത്രി സമയങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ, കാരണം പ്രത്യേകിച്ചും ഇതിന് ചുറ്റുമുള്ള അലങ്കാര വിളക്കുകളും അതുപോലെ തന്നെ നമുക്ക് മ്യൂസിക്സും ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. സാധാരണ ഇവിടെ പാർക്ക് 3 മണിക്ക് ഓപ്പൺ ചെയ്ത് 8 മണി വരെ ആ സമയത്ത് പാട്ടുകൾ കേൾക്കുന്നതാണ്. ഇന്ന് എന്ത് എങ്കിലും നമുക്ക് ഇവിടെ യൂഷ്വലി വരുന്ന സമയത്ത് നമുക്ക് സംഗീതമൊക്കെ ആസ്വദിച്ച് അതുപോലെ തന്നെ ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ഐഡിയൽ ലൊക്കേഷൻ തന്നെയാണ് സുഭാഷ് പാർക്ക് എന്ന് പറയുന്നത്. കണ്ടോ, നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ക്യാമറ കണ്ണുകളിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു ഇടം തന്നെയാണ് ഈ ഒരു പാർക്ക് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നേരത്തെ കണ്ടു കാണും, വളരെ മനോഹരമായൊരു നടപ്പാതയാണ്. പ്രത്യേകിച്ചും യാതൊരു രീതിയിലുമുള്ള അഴുക്കുകളോ അല്ലെങ്കിൽ മറ്റു മാലിന്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു എന്താ പറയുക, ഒരു മാലിന്യ വിമുക്തമായിട്ടുള്ള ഒരു ഭാഗം തന്നെ പറയാം. അത്രത്തോളം അവർ പരിപാലിച്ച് ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഈ ഒരു പാർക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണ്. 1930 മഹാരാജാസ് കോളേജിലെ സ്റ്റുഡൻസ് ഈ പാർക്കിൽ വെച്ചിട്ട് കൊച്ചി രാജ്യത്തിനെതിരെ പ്രതിഷേധിക്കുകയും അക്രമാസക്തരാകുക, അടിച്ചമർത്തപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. കൊച്ചിയും അതുപോലെ തിരുവിതാംകൂറും കേരളത്തിലേക്ക് സംയോജിക്കുവാനുള്ള നീക്കം ആരംഭിച്ചതൊക്കെ ഇവിടെ നിന്നാണ്. അപ്പം ഇതിൽ വിപ്ലവകാരിയായ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. രാത്രി സമയങ്ങളിൽ ഇവിടെ ഇരിക്കുമ്പോൾ ആ ഒരു ഭംഗി വേറിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ആ ഒരു ലൈറ്റിൻ്റെ ഭംഗിയും അതുപോലെ ഒരു വശത്ത് കായലിൻ്റെ ആ ഒരു മറ്റൊരു ഭംഗിയും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന മ്യൂസിക്സും ഒക്കെ ഈ ഒരു ഏരിയനെ ഡിഫറെൻ്റ് ആക്കി മാറ്റും. ഇവിടെ ഈ ഒരു കാഴ്ച ഉണ്ടോ, അതായത് പച്ചപ്പുണ്ടെങ്കിൽ അങ്ങനെ പച്ചപ്പൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്കിടെ ഇലകളിങ്ങനെ പൊഴിഞ്ഞ് വീണിരിക്കുന്ന കാഴ്ച. ഞാൻ ആദ്യം വിചാരിച്ചത് പൂക്കളായിരിക്കണം, പക്ഷെ അടുത്ത് വന്നപ്പോഴാണ് ഇലയാണെന്ന് മനസ്സിലായത്. നോക്കിക്ക് എത്രത്തോളം ഭംഗിയാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ ഒരു സെക്ഷനിലേക്കാണ്. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒരുപാട് എന്താ പറയുക, പക്ഷേ ഇവിടെ ഒരു ഏജ് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. ഓൺലി പെർമിറ്റഡ് ഫോർ ദോസ് ഹു ആർ ബിലോ 12 years. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെയൊക്കെ നമുക്കിങ്ങനെ സത്യം പറഞ്ഞാൽ ഒന്ന് കൂട്ടം കൂടി ഇരിക്കാനൊക്കെ പറ്റിയ ഒരിടം തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഗെറ്റ് ടുഗതറോ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റിയ മറ്റൊരു ഏരിയ തന്നെയാണ് ഇതെന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല സ്ഥലങ്ങളിലും ഡസ്റ്റ്ബിൻസ്, മനോഹരമായ ഡസ്റ്റ്ബിൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഒരു ഏകദേശം ഒരു ഓവൽ ഷേപ്പിലൊക്കെ ഇരിക്കുന്ന കണ്ടുള്ളത്. രാത്രിയൊക്കെ സമയത്തൊക്കെ നല്ല പ്രകാശമായിരിക്കും. അത് ലൈറ്റാണ് അതൊക്കെ. അതുപോലെ തന്നെ ഊഞ്ഞാലുണ്ട്. നോക്കി വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പാർക്കിലെ ഓരോ കാര്യങ്ങളും ബന്ധപ്പെട്ട അധികാരികൾ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തിടെ ഇവിടെ റിനോവേഷനൊക്കെ ചെയ്തിരുന്നു. സോ അതിനുശേഷമാണ് ഇപ്പം ഇത്രയും ഒരു ഭംഗിയിൽ ഇപ്പോൾ കാണുന്നത്. നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എന്ത് ഭംഗിയായിട്ടാണ് ഇവരിവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് നമുക്ക് ഒരു പുരാതനമായ ശിവക്ഷേത്രമുണ്ട്, എറണാകുളത്തപ്പൻ അമ്പലം. അതുപോലെ തന്നെ ബോട്ടിംഗ് ആസ്വദിക്കുന്നവർക്ക് ഏറ്റവും അടുത്ത് തന്നെ ബോട്ട് ജെട്ടിയുണ്ട്. നിയർബൈ ഇപ്പം റീസെൻ്റായിട്ട് വാട്ടർ മെട്രോ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ ഓരോ അട്രാക്ഷൻസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ നമുക്ക് ബോട്ട് ജെട്ടിയിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി തുടങ്ങിയിട്ടുള്ള ഓരോ ടൂറിസ്റ്റ് ലൊക്കേഷൻസിലേക്ക് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഞാൻ നേരത്തെ പറയില്ല, ഈ ഒരു ലാൻഡ്സ്കേപ്പ് മോഡ് അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് വെൻ കമ്പയർഡ് വിത്ത് അതർ ഏരിയാസ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് യാത്രാ ബോട്ടുകൾ, ഒബ്വിയസ്ലി ബോട്ടിംഗ് എന്ന് പറയുമ്പോൾ തന്നെ യാത്രാ ബോട്ടുകൾ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ബോൾഗാട്ടി പാലസ്, ഇങ്ങനെ തുടങ്ങി ധാരാളം നിയർബൈ അട്രാക്റ്റീവ് പ്ലേസസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു സുഭാഷ് പാർക്ക് എന്ന് പറയുന്നത്. ഈ ഒരു പാർക്കിൻ്റെ വൺ ഓഫ് ദി മേജർ അട്രാക്ഷനാണ് ഇത്രയും മനോഹരമായ ഒരു ഗാർഡൻ എന്ന് പറയുന്നത്. ഒരു സൈഡ് ഗാർഡൻ ആണെങ്കിലും മറ്റൊരു സൈഡിൽ കായലാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആ കായൽ ഭാഗത്ത് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചില ഏരിയകളിലൊക്കെ നമുക്ക് ശില്പങ്ങൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് ലൈറ്റിൻ്റെ ആയിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എങ്കിലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഇതിൽ നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റുന്ന ശില്പങ്ങൾ നമ്മൾ നിങ്ങൾക്കായിട്ട് കാണിക്കാം. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ആ ഒരു ശില്പം കണ്ടോ. ഇതൊക്കെ ഈ ഒരു പാർക്കിൻ്റെ നല്ലൊരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ചും 1990s ഇവിടെ ശില്പികൾക്കായിട്ടൊരു ശില്പശാലയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൽ പങ്കെടുത്ത പ്രശസ്തരായിട്ടുള്ള ശില്പികളുടെ സൃഷ്ടികളൊക്കെയാണ് ഇവിടെ നമ്മൾ വന്നാലായിട്ട് കാണാൻ സാധിക്കുക. ഇത് നമുക്ക് കാണാൻ ആരാണെന്ന് എനിക്ക് വ്യക്തമല്ല, എങ്കിലും കല്ലിൽ തീർത്ത മനോഹരമായൊരു ശില്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങേയറ്റം നമുക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് ശില്പങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് കണ്ണോടിച്ച് ഇങ്ങനെ പോവുകയാണ്, കാരണം ലൈറ്റിൻ്റെ ആയിട്ടുള്ള പരിമിതി ഉള്ളതുകൊണ്ട് ഇങ്ങനെ കണ്ണോടിച്ച് പോവുകയാണ്. സോ ഇത് ഈ ഒരു പാർക്കിനെ വ്യത്യസ്തമാക്കുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പാർക്കിൽ വരുന്ന ആളുകൾക്ക് ഇപ്പോൾ നമ്മളിങ്ങനെ ഈ പാർക്കിൻ്റെ ആ ഒരു റോഡ് സൈഡിലോട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാൻ സാധിക്കും ധാരാളം വഴിയോര കച്ചവടങ്ങൾ, പ്രത്യേകിച്ചും ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഐഡിയൽ ലൊക്കേഷനാണ്. പ്രത്യേകിച്ച് വില പേശി വാങ്ങിക്കുവാനുള്ള ഒരു അവസരം ഈ ഒരു ഭാഗത്ത് ഷോപ്പിംഗ് നടത്താൻ വരുന്നവർക്ക് സാധ്യമാകും. ഇത് മറ്റൊരു ശില്പമാണ്. എന്താണെന്നുള്ളത് ഇങ്ങനെ നോക്കിയിട്ട് വ്യക്തമല്ല, എങ്കിലും എന്തിൻ്റെയോ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്ന് വേണേൽ പറയാം. ഇതും എന്തിൻ്റെയൊക്കെയോ സിംബോളിക് റെപ്രസെൻറ്റേഷനാണ്, അറിയില്ല. എന്തായാലും എന്തിൻ്റെയൊക്കെയോ ഒരു കാലത്തുണ്ടായിരുന്ന എന്തൊക്കെയോ സംഭവങ്ങളുടെ ഒരു റിമൈൻസ് എന്ന് പറയാൻ പറ്റും. ഇവിടെ നമുക്ക് ചെറിയ കളി ഉപകരണങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഊഞ്ഞാൽ മാത്രമേ ഇവിടെ ഉള്ളൂ. അങ്ങനെ ഈ ഒരു പാർക്കിലെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഇവിടെ വരുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് സമയമോ അങ്ങനെയൊന്നുമില്ല. ഏത് സമയത്തും ഏത് സീസണിലും ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. ആൻഡ് ദിസ് പാർക്ക് വിൽ ബി ഓപ്പൺ ഫ്രം 3 PM to 8 PM ഓൺ എവറി ഡേയ്സ്. സോ ആ ഒരു പ്രത്യേകതയുണ്ട്. ആൻഡ് ദർ ഈസ് നോ എൻട്രൻസ് ഫീ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ വന്ന് ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് പ്രത്യേകിച്ചും ഫാമിലീസിനായിക്കോട്ടെ, അല്ലെങ്കിൽ കപ്പിൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ബിലവഡ് വൺസ് ആയിക്കോട്ടെ, ആര് തന്നെ ആയാലും അവർക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ഐഡിയൽ ലൊക്കേഷൻ ആണ് ഈ ഒരു പാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ നിയർ ബൈ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് സുഭാഷ് പാർക്ക്, അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, അതുപോലെ ജൂ സ്ട്രീറ്റ്,
അതുപോലെ തന്നെ എറണാകുളത്തപ്പൻ ടെമ്പിൾ ഞാൻ പറഞ്ഞതാണ്, ദർബ ഹാൾ ആർട്ട് ഗാലറി പറഞ്ഞതാണ്. ഇങ്ങനെ തുടങ്ങി ധാരാളം അട്രാക്റ്റീവ് പ്ലേസസ് ഇതിന് സറൗണ്ടിങ്സിലുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്കമ്മിങ് ആയിട്ടുള്ള ഈ ഒരു കൊച്ചി മെട്രോയുടെ കടന്നു വരും, പ്രത്യേകിച്ചും മെട്രോ ട്രെയിനും അതുപോലെ തന്നെ വാട്ടർ മെട്രോ ഒക്കെ വന്നതോടുകൂടി തന്നെ കൂടുതൽ ആളുകളെ ഇവിടേക്ക് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരുപാട് ആളുകൾ ഇവിടെ വന്നു പോകുന്നത്, പ്രത്യേകിച്ചും പല ജില്ലകളിൽ നിന്നും ആളുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ബ്രൈറ്റ് നാവിഗേറ്റർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോസ് നിങ്ങളുടെ വിരുദ്ധത്തിലേക്ക് എത്തുന്നതാണ്. അതുപോലെ Brightnavigator.in എന്ന വെബ്സൈറ്റിലും അതുപോലെ ബ്രൈറ്റ് നാവിഗേറ്ററിൻ്റെ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോംസിലും ഞങ്ങൾ മുൻപ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, അവൈലബിൾ ആണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. See you guys in the another episode of Brightnavigator presented by Smart Webbing.